ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു മാഡം. അതാ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് എന്നെ ഒഴിഞ്ഞു മാറാൻ പലവട്ടം ശ്രമിച്ചത്. എല്ലാവർക്കും അവരവരുടെ കാര്യ വലുത്. ഞാനൊരു കുടുംബസ്നേഹി ആയതുകൊണ്ട് ആരെ എനിക്ക് തള്ളി പറയാനും പറ്റില്ല. എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു രാജു. എന്താ മാഡം? മറ്റുള്ളവരെയൊക്കെ വിഷമിപ്പിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഞാൻ തിരികെ പൊയ്ക്കോളാം. മാഡം, അച്ഛനോടും അമ്മമ്മയോടൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം. രാധമ്മയുടെ ഇഷ്ടം പോലെ രാജു രമ്യയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്നെ ഓർക്കുക പോലും വേണ്ട. മാഡം, രാജു മോളെ താലി കെട്ടിയതേ മോളെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനല്ല. ഇങ്ങനൊന്നും പറയല്ലേ മോളെ. ഞങ്ങളുടെ രാജു അത്ര ചതിയനൊന്നുമല്ല. ഇവൻ കല്യാണം കഴിച്ചതേ മോളെ കൂടെ പൊറുപ്പിക്കാൻ തന്നെയാണ്. പിന്നെ ഇവിടത്തെ കാര്യം, ഇതൊരു കുടുംബം ഇല്ലയോ മോളെ. ചട്ടിയും കലമാവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. അത് ചിലപ്പോ പൊട്ടിപ്പോയെന്ന് ഇരിക്കും. അതൊന്നും വകവയ്ക്കരുത്. ഇവന്റെ അമ്മ രാധമ്മ ക്രൂരയൊന്നുമല്ല, ഒരു അയ്യോ പാവം. അവളെ കൂടോത്രം ചെയ്ത് രമ്യ അവളുടെ അമ്മയും കൂടെ വശത്താക്കിയതാ പ്രശ്നം. മോളെ, കോഴിമുട്ടയെ കൊടുക്കുന്ന കൂടോത്രം ഫലിക്കും. പക്ഷെ അത് ചെയ്തവർക്കിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും. ഇപ്പൊ തിരിച്ചടിച്ചതേ രമ്യക്കിട്ടാ. അവള് കുറെ കിടന്ന് ബബ്ബ അടിക്കും. പിന്നെ മത്തുങ്കൽ ചാർത്തനാർ എന്നൊരു പിശാശുണ്ട്. ആ പിശാശിനെ ആവാഹിച്ച ഇവര് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്തത്. ആ പിശാശ് ഇപ്പൊ തിരിച്ച് രമ്യയുടെ ശരീരത്തിൽ കൂടിയിരിക്കുക. ഇതൊന്നും ഓർത്ത് മക്കള് പേടിക്കരുത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. മക്കള് സങ്കടമൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. ആഹാരം കഴിക്കാൻ വാ. നിന്റെ മുഖം എന്താ കാക്ക കുത്തിയ കിളിച്ചുണ്ട മാമ്പഴ പോലെ ഇരിക്കുന്നത്? ചേട്ടാ, തമാശയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. മുമ്പെന്റെ തമാശയൊക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ. അത് ഇഷ്ടമായിട്ടൊന്നുമല്ല. നിങ്ങളുടെ വിളറിയ മുഖം കാണണ്ടല്ലോ എന്ന് കരുതി വെറുതെ ചിരിച്ചു തന്നതാ. അത് ശരി. അപ്പൊ ഇത്രയും നാളെ നീ വഞ്ചിക്കായിരുന്നല്ലടി? ജേട്ടൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ കാല് മാറിയ? മനസ്സിലായില്ല. നിങ്ങളുടെ തള്ള ചാടിക്കേറിയതുപോലെ നിങ്ങൾ അവളുടെ വള്ളത്തിലേക്ക് ചാടിക്കേറിയത് എന്തിനാന്ന്? അത് പാവം നിന്റെ ആങ്ങളുടെ കൊതുമ്പുള്ളൂല്ലേ? അത് മുക്കണോ? നമ്മൾ ഇത്രയും നാളും ആ രമ്യയുടെ കൂടെ അല്ലായിരുന്നോ, അമ്മ ഉൾപ്പെടെ? ഓ, അവളെ കഥയൊക്കെ ജഗബൊക്കെ ആയി പോയില്ലേ. അവളിനി ഈ വഴിക്കൊന്നും വരില്ല. നമ്മളും വഴിമാറി നടക്കുന്നതാ നല്ലത്. അതാണോ നിങ്ങളുടെ അമ്മയോടൊപ്പം നിങ്ങളും അവരുടെ? അയ്യോ, വിശുദ്ധ ഭാര്യാഭർത്താക്കന്മാര് ആരെയെങ്കിലും തട്ടാനുള്ള ഗൂഢാലോചനയാണെങ്കിൽ ഞാനങ്ങ് മാറിയേക്കാം. അയ്യോ അച്ഛനെ തട്ടിക്കളയണമെന്ന് ഇവളൊരിക്കലും പറഞ്ഞിട്ടില്ല. എടാ, അവളെ ഞാൻ വളർത്തിയതാ. നല്ല സ്വഭാവ ഗുണത്തിലാ വളർത്തിയത്. നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവളൊരു ദുർഗുണമൂർത്തിയായിട്ട് മാറി. എടേ, ഇവിടെ ആരുമില്ലേടി എനിക്കിതിരെ ആഹാരം വിളമ്പി തരാൻ? അമ്മേ, അമ്മേ, എന്താടി? പ്രിയേ, നിനക്കത്ര മെച്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാ ഞാൻ പറയുന്നു. നീ ഇന്ന് കേൾക്ക്. നമ്മൾ വിചാരിക്കാതെ തന്നെ കാര്യങ്ങൾ അപ്രതീക്ഷയായിട്ട് മാറിക്കഴിഞ്ഞു. രമ്യയുമായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗില നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ മുദ്രപത്രത്തിലൊന്നും എഴുതി വാങ്ങിയിട്ടില്ലെങ്കിലും അവളും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അവള് നമ്മളെ സഹായിച്ചതല്ലേ? എടി, അതൊക്കെ ശരിയാ. ഇനി ആ സഹായം ഉണ്ടാവുന്നു
നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോ എടി പ്രിയേ, അളിയെ രമ്യയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രമ്യയുടെ സഹായം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു. ഇതിപ്പോ അളിയെ രമ്യയെ കല്യാണം കഴിച്ചില്ലല്ലോ. ഈ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അങ്ങനെ. ജേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടി പ്രിയേ, അളിയനിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്നതേ ഒരു ദരിദ്ര പിശാചിനൊന്നും അല്ല. 1000 രമ്യമാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിവുള്ള ഒരു കോടീശ്വരിയാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മളൊക്കെ നമ്പിമാരായി മാറണം. നമ്പിമാരോ? അതെന്താ? നമ്മള് ഋതികയെ നമ്പി ജീവിക്കാൻ പോകുന്നു. ഋതികയുടെ ആളായി നമ്മൾ മാറുന്നു. എന്നെ അതിന് കിട്ടില്ല. എടി, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. രമ്യയുടെ കയ്യിൽ നിന്ന് ഇനി മുതലേ അസഭ്യത്തിന്റെ അഭിഷേകമല്ലാതെ 10 ചില്ലി കാശ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഋതികയുടെ പൂജാരിമാരായി മാറാം. ഇനി കാശിന്റെ പെരുമഴ കാലമായിരിക്കും നമുക്ക്. എന്റെ അമ്മയെ നാണം കെടുത്തി ഈ വീട് കുളം തോണ്ടിയവളാ ആ മന്ത്രിയുടെ മകള്. അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ഞങ്ങള്.